ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് മൊത്തം ഫ്ലോപ്പായ ഒരു വീഡിയോ ആണ്. എന്തായാലും കുക്കിംഗ് വീഡിയോ ആണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ വൈകി പെട്ടെന്ന് പറഞ്ഞ് എനിക്ക് വിശക്കുന്നു പറഞ്ഞിട്ട് ഓടി വന്ന്. എനിക്കാണെങ്കിൽ വീട്ടിൽ സാധനമൊന്നും ഉണ്ടായിട്ടില്ല. ഞാനിപ്പോൾ ഉള്ള സാധനം വെച്ചിട്ട് അവർക്കൊരു സാധനം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതായിരുന്നു. അതിനുവേണ്ടി ഞാനെടുത്ത് വെച്ചാൽ കസ്റ്റാർഡ് പൗഡർ ഇല്ലേ, പിസ്തേൻ്റെ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ട് കുറച്ച് പാലും കൂടി മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് അത് ഗ്യാസിൽ വെച്ചിട്ട് ചൂടാക്കുകയോ ചെയ്തതേ. ആ പൊടി ഇടുമ്പോഴത്തേക്ക് തന്നെ ഫ്ലോപ്പായി, കാരണം പൊടി കൂടുതലായിപ്പോയി. അത്രയും പൊടിയൊന്നും വേണ്ടായിരുന്നു. പാക്കറ്റോടെ ഞാൻ അതിലേക്ക് ചെരുന്നതാണ് ആകെ കുഴപ്പമായത്. എന്തായാലും ആക്കാതെ വയ്യല്ലോ, അതുകൊണ്ട് പിന്നെ അത് വെള്ളം ഒഴിച്ച് പാലൊക്കെ ഒഴിച്ച് ഞാൻ ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് നന്നായി തിക്കാകുന്നവരെ അവിടെ നന്നായിട്ട് അത് ആക്കിക്കൊണ്ടേയിരുന്നേ. തിക്കെന്ന് വെച്ചാൽ കുറച്ച് അധികം തിക്കായിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ പൊടി അധികമായിപ്പോയി എന്നുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് പഞ്ചസാരയും കൂടി ആഡാക്കിയിട്ടുണ്ട്, കാരണം ഇതിന് മധുരമൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ആഡാക്കിയിട്ടാണ് നന്നായിട്ട് അത് കുറുകി വരുന്നവരെ ഗ്യാസിലേക്ക് വെച്ചിട്ട് ആക്കിയതേ. ഫ്ലോപ്പ് ആയതുകൊണ്ട് എന്തായാലും വീഡിയോ മൊത്തത്തിൽ അബദ്ധമെന്ന് എനിക്കറിയാം. എന്നാലും വേറെ വഴിയില്ലാത്തതുകൊണ്ട് പിന്നെ അടുത്ത് ഞാൻ എടുത്ത ഐറ്റം എന്താണെന്ന് വെച്ചാൽ പേരയ്ക്കായിരുന്നേ. പേരയ്ക്ക എടുത്തിട്ട് ഉള്ളിൽ നല്ല ചുവപ്പ് കളറൊക്കെയുള്ള നല്ല പേരയ്ക്കാണ്. എനിക്ക് ഇഷ്ടമാണ്. വെറുങ്ങനെ കടിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ പേരയ്ക്ക എടുത്ത് ഞാൻ ചെറിയ ചെറിയ പീസാക്കി മുറിച്ച് വെച്ചു. അതോടൊപ്പം തന്നെ ചെറിയൊരു കേക്കും അതുപോലെ തന്നെ ഓറിയോ ബിസ്ക്കറ്റും അതുപോലെ തന്നെ ഒരു പഴമാണ് ഉണ്ടായത്. ഇത് ചൂടാക്കി വെച്ച ശേഷം കുറച്ച് തണിയാൻ വേണ്ടി വെച്ച ശേഷം ഞാൻ 4 ഗ്ലാസ് എടുത്തു. ഗ്ലാസിൻ്റെ കാര്യം പറയാതിരിക്കുക വീതം. എന്താണെന്ന് വെച്ചാൽ ചെറിയ ഗ്ലാസ് ആയിപ്പോയി. കാരണം വലിയ ഗ്ലാസ് ആണെങ്കിലേ നമുക്ക് അതൊക്കെ ഒഴിച്ചിട്ട് ഇടാനുള്ള ഒരു സൗകര്യം ഉണ്ടാവുള്ളൂ. പക്ഷേ അതുപോലത്തെ വലിയ ഗ്ലാസ് ഇല്ലാത്തതുകൊണ്ട് വേറെ ഒരു വഴി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഓൾറെഡി നമ്മളെ കയ്യിലുള്ള ചെറിയ ഗ്ലാസ്സിനെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ മിശ്രം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടിയായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം എന്ന് വെച്ചാൽ കുറച്ച് കടല ഉണ്ടായിരുന്നു, കടല ഇട്ട് കൊടുത്തു. അതിനുശേഷം എന്ന് വെച്ചാൽ ഈ ഓറിയോ ബിസ്ക്കറ്റ് ഞാൻ നേരത്തെ കാണിച്ചതില്ല, ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ച് എല്ലാത്തിലും ഇട്ട് കൊടുത്തേ. ഞാൻ അതിൽ ബൂസ്റ്റ് വാങ്ങാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കത് വല്ലാത്തൊരു അബദ്ധമായിട്ട് തോന്നി. ബൂസ്റ്റും കൂടി ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഞാൻ. എന്തായാലും വേറെ വഴിയില്ലല്ലോ, അതുകൊണ്ട് ഒരു ഉണ്ടാക്കലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് വെച്ചാൽ ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചിട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് പേരക്ക കട്ട് ചെയ്ത് വെച്ച് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തേ. അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ കേക്ക് ഐറ്റംസ് പൊടിച്ചിട്ട് ഞാൻ ഇട്ട് കൊടുത്തത്. അത് ഓരോ ഗ്ലാസ്സിൽ ഓരോരോ കേക്ക് ഐറ്റം ഞാൻ പൊടിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ വീണ്ടും ഞാൻ ഈ പിസ്തേൻ്റെ മിശ്രിതം ഉണ്ടല്ലോ, അത് ഞാൻ വീണ്ടും അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തേ. പാലും പിസ്തയും കൂടിയുള്ള മിശ്രിതം അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തു. അത് ഒഴിക്കുമ്പോഴത്തേക്കും ഏകദേശം ആ ഗ്ലാസ് ഫുള്ളായിട്ട് പുറത്ത് മറിയാനുള്ള അവസ്ഥയിലായിരുന്നു. അപ്പോൾ പിന്നെ അതിലേക്ക് ഇടാനുള്ള മൂടും പോയി. പക്ഷെ വേറെ വഴിയില്ലല്ലോ, ആക്കിത്തരാമെന്ന് പറഞ്ഞു പോയില്ലേ. അതിൻ്റെ പേരിൽ ഞാൻ പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ വീണ്ടും ഞാൻ അതിലേക്ക് എന്താക്കി ഈ പറഞ്ഞ പേരക്ക ഉണ്ടല്ലോ, പേരക്ക മുറിച്ച് വെച്ച സാധനത്തിന് വീണ്ടും ഇട്ടതിന് ശേഷം കുറച്ച് നല്ല ക്രിസ്പി ആയിട്ടുള്ള അവിലുണ്ടായിരുന്നേ. നല്ല അടിപൊളി ടേസ്റ്റുള്ള അവിലായിരുന്നു. അത് വെറുങ്ങനെ കടിച്ചു തന്നെ ഭയങ്കര കറുമുറാകുന്ന അവിലാണ്. അപ്പോൾ ആ അവിൽ ഞാൻ അതിലേക്ക് 4 ഗ്ലാസ്സിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലത് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഓറിയോ ബിസ്ക്കറ്റ് ഞാൻ അതിലൂടെ നിന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തേ. നല്ല സുന്ദര കുട്ടപ്പനും കുട്ടപ്പിയായിട്ട് നമ്മളിവിടെ മുമ്പിലൂടെ ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള നല്ല അടിപൊളി സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും സംഭവം ഫ്ലോപ്പായി. നിങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ബൈ സീ യു.